എൻ്റെ പൂവൊക്കെ ഒന്ന് വിരിഞ്ഞു. മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര വാടി തളർന്നിരിക്കുക. എന്തെങ്കിലും വളമൊക്കെ മേടിച്ചിടണം. ആകെപ്പാട് ശോകമാണ്. എല്ലാ ചെടികൾക്കും ഒരു വാട്ടം. നോക്കട്ടെ, പുഴുവെല്ലാം ഉണ്ടോന്ന്. ഓക്കെ, ആ ചെടിയെല്ലാം വിത്തിട്ടതാ, എല്ലാം പോയി. ആന്തൂരത്തിൻ്റെ അവസ്ഥ വയ്ക്ക്, വാടിക്കരിഞ്ഞിരിക്കുക. ഇത്തിരി വെള്ളം വൈകുന്നേരം ഒന്നും ഇടണം. ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് മഴയില്ല, ഒന്നുമില്ല. അത് ചെയ്യേണ്ട കാര്യം എനിക്കത് ഇഷ്ടത്തില്ല. കുട്ടി ഉറങ്ങിയോ? അവിടെ ഇരിക്കാം പാ. ഇടി അവിടെ ഇരിക്കാന്ന് പാ. അതെ അക്കൊത്താന മരം മറ്റേന്തും കഴിച്ച് അപ്പത്തെ കാണാൻ അമേരിക്കുന്ന അയ്യോ 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 അയ്യോ. പാത്രം കഴുകാനുണ്ടോ? അപ്പാ അവിടെ വെച്ചോ, ബാക്കി ഞാൻ കഴിക്കണം. ദീസിയില്ലത് കണ്ടോട്ടെ, നെയ്പ്പത്തിയില്. ഞാനും വരത്തെയും നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ പാടെ മാറുന്നു കൂടാ.
ഒപ്പനാണ് സത്യമാണ് കാവൽക്കാരേ നീ. കൊമ്പൊപ്പക്കുന്നിൽ മുമ്പകനിഞ്ച കുത്തക്കാരേ ഓമ്പരേ സോറി വേറെ എല്ലാം കീറിയിട്ടുണ്ട്. ഇനി അടുത്ത തന്നെ പരിപാടി ഇനി പരിപാടിയൊന്നുമില്ല. ന്യൂസ് ചെയ്ത് കണ്ടിട്ട് നോക്കോ. ശരി ശരി ശരി. അന്നമ്മേ അന്നമ്മേ ചാനാ ചാനാ ആനേ ചാനേ ആനേ ചാനേ 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 ചാനേ. എന്താ മമ്മിയുടെ അഭിപ്രായം? നിന്റെ ഇഷ്ടം പോലെ ചെയ്തു പപ്പി. ഇവിടെ ആരും ചോദിക്കില്ല. എന്റെ ഇഷ്ടം അല്ലേ? ആ ഒന്നേ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളൂ, ഈ നിൽക്കുന്ന മോഹനെ. ഓ എന്തൊരു അമ്മായപ്പനാണിത്. എന്റെ പൊന്നെ, ഇത്ര ദുഷ്ട കഥാപാത്രം. ഓ അവളിട്ട് വെള്ളം കുടിപ്പിക്കുക. ഓ ഇങ്ങനെ ഒരു മനുഷ്യൻ. സീരിയല് പോലെ ആവോ എന്റെ അമ്മായപ്പൻ? ഇങ്ങേരെ എങ്ങനെയും ഇവിടെ നിന്ന് കെട്ടിക്കണല്ലോ. എന്താണ് അതിനൊരു വഴി? ആ ഞാനായിട്ട് പറഞ്ഞ അത് മരുമകളിൽ ഉപദ്രവവും. അത് വേണ്ട. ഒരു ഐഡിയ, എന്റെ കെട്ടിയോരെ തന്നെ ഇളക്കിയിടാം. സ്നേഹം നടിച്ച് അങ്ങേരെ ഇവിടെ നിന്ന് പുറത്താക്കണം. അതേ ഉള്ള ഐഡിയ. ആ സീരിയല് കണ്ട് കുറെ ഐഡിയാസ് ഉണ്ട് എൻ്റെ കയ്യിൽ. നോക്കാം. യെസ്. കേറുവാ കേറുവാ നീ കേറുവാ പോയി ജീവിനെ കൊണ്ട്. സോഫിയ ജോമാനോടെ പോയി. പപ്പാ അത് നടക്കാൻ പോയതാ. അത് സ്ഥിരമുള്ളതല്ലേ. ഞാൻ എനിക്ക് ഫ്രൂട്ട്സ് ശരിയാൻ തന്നെ ഏൽപ്പിച്ചിട്ടാ പോയിക്കണത്. പോയിട്ട് നടക്കാൻ നടന്നു കഴിഞ്ഞിട്ട്. അവിടെ ഒരു പണിയില്ലേ? അവനെന്നെ എപ്പോഴും എപ്പോഴും നടക്കാനൊക്കെ പോകുന്നേ. ഞാൻ ചോദിക്കുമ്പോഴെല്ലാം നടക്കാൻ പോകാന്നാണല്ലോ പറയുന്നത്. ഇതുവരെ കാണുന്നില്ലല്ലോ. അവൻ അവിടെ പോയതാ. അവളെ സത്യം തുറന്ന് പറ. ആ പോണതാ നല്ലതാപ്പാ. വെറുതെ ഒഴുന്ന് എനിക്ക് ശല്യമാ. അതുണ്ടാക്കിയതാ ഇതുണ്ടാക്കിയതാന്ന് പറഞ്ഞോണ്ട് ഒരു നേരം ചുമ്മാ ഇരിക്കാൻ. ആദ്യം അപ്പന് കൊടുക്കട്ടെ, അത് കഴിഞ്ഞ് മക്കൾക്ക്. ആദ്യം അപ്പൻ അപ്പത്തിന്റെ ഫ്രൂട്ട്സ് ഒരാൾ ചോദിക്കും. ഇതുണ്ട പേരക്ക, ആപ്പിള്, ഇതെന്താ സപ്പോർട്ട് ഉണ്ട്. അതാ ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്. ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നേ. ഇതെല്ലാം അരിഞ്ഞേം ജ്യൂസ് അടിച്ചൊക്കെ പറഞ്ഞേക്കണം. പിന്നെ 10 മുട്ട മുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഏത്തപ്പഴം ഉണ്ട്. അത് ഞാൻ പറഞ്ഞു വേണ്ട. ഏത്തപ്പഴം മുഴുങ്ങാൻ നടക്കാൻ പോകുമ്പോ ഇവിടെ ഉണ്ടാലോ.
എവിടെയാ സോബി? ഫ്രൂട്ട്സിലൊക്കെ ഓക്കെ ആയോ? എന്തോടാ തിന്നോണ്ടിരിക്കോ? എന്താ തിന്നേ? ആ ഫ്രൂട്ട്സോ ഓ കയറ് പൊട്ടിക്കണ്ട, എടുത്തോണ്ടിരിക്കുക എന്റെ പൊന്നു. പിന്നെന്താ ചോദിച്ചത്? ഏത്തപ്പഴം. അടിപൊളിയാക്കിയില്ല. ദൈവത്തോട്ട് കുറ്റം പറഞ്ഞത് കഷ്ടപ്പാടിന്റെ വില. സൂപ്പർ സൂപ്പർ. കഴിച്ചില്ലല്ലോ. ഹലോ അടിപൊളി. മനു നോക്കണേ. കഴിച്ചോ. താനോ ഓടി വന്നു. താനല്ലോ ഓടി വന്നു. ഞാൻ ഓടി എന്നാ കുഴപ്പമില്ല. നിന്നോ കഴിച്ചോ. തിരിച്ചൊന്നാ മതി. ഓയ് ഒന്ന് വരാവോ? എന്താ എവിടെയാ നീ? ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റടി. വാ, അത്യാവശ്യ കാര്യമുള്ളതോ ഒന്നും വേണ്ട. ഒരു മിനിറ്റ് ഇപ്പൊ വരാന്നാ നിക്കോളെ. വാ മനുഷ്യൊന്ന്. മൊബൈല് പിന്നെ കാണാം. വരോ നിക്കോളെ. ഒരു എമർജൻസി ആണ്. നിക്കോളെ. മോഹൻകുമാർ എന്ന ഗായകനെ വാങ്ങിച്ചു തന്നു നിങ്ങൾ, അത്രമാത്രം. അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ടോ? ഓരോ പിഴച്ച സീരിയലും. ഈ സീരിയൽ തന്നെ എത്ര കുടുംബങ്ങളാന്നറിയോ വഴിയാധാരമായി പോയിരിക്കാനേ. ഈ സീരിയൽ കണ്ടിട്ട് തന്നെയാ അപ്പൂരും അമ്മയും മക്കളൊക്കെ അടി. ഈ പണ്ടാരൊക്കെ ഇറക്കിയതാണ് ആദ്യം അടിച്ചത്. എവിടെ വാ എവിടെയാടി? ഇതെല്ലാം അവിടെ പോയിരിക്കുന്നേ. തുണിയൊക്കെ ഒരു വിരിച്ചില്ല ഒന്നിടത്തിൽ ഇതൊക്കെ എന്ത് കാണിച്ചിരുന്ന സോബി? ഈ അലക്കിയ തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടൂടെ? എന്താ നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? എന്താടി പ്രശ്നം? എന്താ എടോ, തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ ഞാൻ വിളിച്ചത്. വളരെ അത്യാവശ്യം. എന്ത് കാര്യം ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളേ? എന്ത് പറ്റി? കാര്യമുണ്ട്. എന്ത് കാര്യം? കാര്യമുണ്ട്. പറയടി. പതിയെ പറ. എന്താണെന്ന് വെച്ചാ പറ. നമ്മൾ മാത്രം കേട്ടോ ആ വായനാട്ട്. അതെ, കാര്യം വേറൊന്നുമല്ല. അത് അപ്പനെ കൊണ്ട് ഭയങ്കര തോന്നലാണ്. താരത്തിലും താൻ പണിക്കങ്ങ് പോകും രാവിലെ. ആ പിന്നെ വൈകിട്ടാ വരുന്നത്. അതുവരെ തന്റെ അപ്പനെ സഹിക്കേണ്ട പാടൊന്നും എനിക്കില്ല കേട്ടോ. എത്രയൊക്കെ വെച്ച് വളമ്പി കൊടുത്താലും വരിപ്പോ പരാതി എനിക്ക് വയ്യ. ഒന്നുകിൽ എവിടെയെങ്കിലും കൊണ്ട് ആക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റു മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞോളൂ. എന്നെ കൊണ്ട് നോക്കാറുന്നു. നമ്മള് ചേരൂലേ. എനിക്ക് ഇതുവരെയായിട്ട് അപ്പനെ കൊണ്ടൊന്നും തോന്നിട്ടില്ല. ആ തോന്നണം എങ്ങനെയാ? താൻ രാവിലെ പോയ വൈകിട്ടല്ലായിരുന്നേ? മാത്രമല്ല അങ്ങനെ താൻ പറയും വേണ്ട. കാരണം എൻ്റെ അപ്പൻ മറ്റുള്ളവരുടെ അപ്പന്മാരെ പോലെയല്ല. ഇവിടെ വന്ന് പപ്പ നിന്നെ കാണുന്നത് മരുമോളാട്ടൊന്നുമല്ല, മോളാട്ട് തന്നെയാ. കാരണം രാവിലെ തൊട്ട് വെള്ളം കോരുന്നു, പാത്രം തേച്ചു മെഴുക്കി തരുന്നു, മുറ്റമടിക്കുന്നു, വിറക് കയറുന്നു,
നിനക്ക് എന്ത് കുറവാ സോഫിയ പപ്പ വരുത്തിട്ടുള്ളേ? അപ്പച്ചന്റെ കുഴി എടുത്തിട്ട് വാ. എടുത്തിട്ട് വാ, കുഴി എടുത്തിട്ട് വാ. ഞാൻ പോയി എടുത്തോളാം. നീ ആർക്കും മനസ്സാക്ഷിയില്ലടി. ഇങ്ങനൊരു അപ്പനെ നിനക്ക് എവിടെ കിട്ടും? അപ്പൻ നിന്നെ കാണുന്ന സ്വന്തം മോളെ പോലെ തന്നെ. നിന്നോട് ആരും ഇങ്ങനെയൊക്കെ ഈ കുത്തിത്തിരിപ്പ് നിനക്ക് നിന്റെ മനസ്സിൽ വെച്ച് തന്നിരിക്കുന്നേ? കുത്തിത്തിരിപ്പൊന്നുമല്ല. ഒരു രക്ഷയില്ല. പപ്പാനെ വിട്ടിട്ട് ഒരു കളിയില്ല. ഞാൻ താ പപ്പായുടെ ഇരുന്നു. ഞാൻ പോവാ. എന്നാ ശരി, താൻ തന്നെ പപ്പനെ അപ്പനായിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ എന്റെ മക്കളോട് ഞാൻ പോവാ. പൊക്കോ, എനിക്കൊരു പ്രശ്നമില്ല. പോകും. എന്നെ വിളിച്ചോണ്ട് പുറകെ വരരുത്. ഇല്ലെന്നേ. എന്നാ ശരി, നീ പൊക്കോ, വിട്ടോ. അപ്പൊ പിന്നെ ചാപ്റ്റർ ക്ലോസ് ചെയ്തോ. നീ എന്താ പേടിപ്പിക്കുന്നത്? നീ ആരെയും പേടിപ്പിക്കുന്നേ? ഓ, തനിക്കറിയാവോ കുഞ്ഞടുത്തൊരു കാലം ഉണ്ടായി. അന്ന് ഈ അപ്പൻ എനിക്കും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കഷ്ടപ്പെട്ടതുപോലെ എന്റെ ജീവിതത്തിൽ ഒരു തന്തയും ഇങ്ങനെ കഷ്ടപ്പെട്ടാട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഇനി അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഈ തന്ത എനിക്കൊരു കഷ്ടപ്പെട്ട എന്തിനാന്ന് നിനക്കറിയാം. എടോ, അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ലടോ. ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്കുണ്ടല്ലോ ഒരു 3 പിള്ളേരെ. നമ്മുടെ 3 പിള്ളേരും വളർന്നു വലുതായി അവരും ഇതേപോലെ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോണ്ടല്ലോ അവരും പറയും കേട്ടോ, ഇതേപോലെ അപ്പനെ വേണ്ട അമ്മേനെ വേണ്ടെന്ന്. അന്ന് നീ ഇന്ന് എന്നോട് പറഞ്ഞ എന്റെ അപ്പനെ കുറിച്ച് ആ ഒരു വേദന അന്ന് നിനക്കുണ്ട്. എന്തായാലും എന്റെ അപ്പനെ ഞാൻ കളയുള്ളൂ. അതെന്റെ നിധിയാ. ഞാൻ ഇന്ന് എന്റെ അപ്പനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്റെ മക്കൾ എന്നോട് അത് തന്നെ ചെയ്യും. ഇന്ന് എന്റെ അപ്പനെ ഞാൻ റോഡിൽ കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്നെ കൊണ്ട് കളയുന്നത് അനാഥാലയത്തിലായിരിക്കും. അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കണ്ട. ഇത് പറയാൻ വേണ്ടിയാണെങ്കിൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഞാൻ പോവാ കേട്ടാ. പപ്പാ, 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 പപ്പാ. നല്ല സുഖല്ലേ? ഇരുന്നോടി, നീ ഇരുന്നോ, നീ സുഖിച്ചിരുന്നോടെ. ആണോ? എനിക്ക് നല്ല സുഖം. ഞാൻ പറഞ്ഞ കാര്യം തനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഇല്ലേ, പോ, റൂമിൽ ഇറങ്ങി പോ. പോ. സോബി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ പറഞ്ഞെല്ലാം പപ്പ കേട്ടോ. എനിക്കറിയാൻ മേലെ എന്താ ചെയ്യേണ്ടത്. എന്റെ പാമ്പ
അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. എന്താ ഞാൻ അല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പിള്ളേരെ ഒറ്റയ്ക്കോടെ ഞാൻ പോവാ. ചോറിനല്ലേ? എനിക്ക് ചോറും വേണ്ട, ഒന്നുമില്ല. അത് കൊള്ളാം. ആ ചോദിക്കാൻ വന്നിട്ട് പോവും. സന്തോഷമുള്ളൂ എനിക്ക് കേട്ടോ. മോളോട് സന്തോഷമുണ്ടേ. അപ്പൊ തെഞ്ഞു വരുമ്പോൾ മക്കളെ കാണാം കേട്ടോ. പോയി വൈദ്യം കളിപ്പിച്ചതും രോഗി ഇച്ചിച്ചതും പാടി നന്നായി ബേഷ്. അമ്മാനോട് ചോറൊക്കെ കിട്ടിയ വരുമ്പോഴുള്ള കാര്യമല്ലേ. ഇത് പോകാനല്ല എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. ഞാൻ നമുക്ക് പരിഹരിക്കാന്നേ. ഇനി എന്ത് ഈ അപ്പനെ ആ മകൻ തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. അല്ലെങ്കിൽ ഈ മോദയും വീണ്ടും ആ അപ്പനെ അല്ലെങ്കിൽ എന്തു സംഭവിച്ചു? അപ്പൻ മറ്റു മക്കളെ കൂടിയാകും. എന്തായാലും കാത്തിരുന്ന് കാണാം.